ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കർ ഉസ്താദ് പ്രഭാഷണം നടത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഇതൊരു പ്രഭാഷണത്തിന്റെ സദസ്സല്ല എന്ന പൂർണ്ണമായ ബോധം ഉള്ളതുകൊണ്ട് തന്നെ ക്ഷണിച്ചതുകൊണ്ട് എൻ്റെ പ്രിയങ്കരനായ ഹൃദയത്തിൽ ചേർത്തു വെച്ച പ്രിയ സഹോദരൻ, സഹപ്രവർത്തകൻ, സമസ്തയുടെ സൽവഴിയിലൂടെ പ്രഭ പരത്തി നടന്നു പോകുന്ന നൂറുകണക്കിന് യുവാക്കൾക്ക് മാതൃക പരത്തുന്ന ബഹുമാന്യനായ ഇഖ്ബാൽ ബാലില എന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഒരു ദുആ ചെയ്യുക എന്ന ഒരു താല്പര്യത്തിലാണ് എഴുന്നേറ്റ് നിന്നത്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സമസ്തയുടെ സമുന്നതരായ നായകന്മാർ, പ്രഭാഷകനായ നവാസ് മന്നാനി ഉൾപ്പെടെയുള്ള മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാർ, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക മേഖലയിലെ സമുന്നതരായ വ്യക്തിത്വങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോടും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെ വന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ വീട് കൂടരുത് എന്നാണ്. നിങ്ങൾ മണവറയുടെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് പ്രത്യേകിച്ചൊന്ന് കാണണം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മണവറയിലേക്ക് കടന്നു ചെന്നു. മണവറ എന്ന് പറയുന്നത് മനോഹരമായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ അലങ്കാരങ്ങളോ നയനാനന്ദകരമായ വർണ്ണശബളമായ കെട്ടുകാഴ്ചകളോ ഒന്നുമില്ലാത്ത, വളരെ ലാളിത്യത്തിന്റെയും ആത്മീയതയുടെ പ്രഭ തുളുമ്പുന്നതിന്റെയും ഒക്കെ അടയാളങ്ങൾ മാത്രം നിറഞ്ഞു നിന്ന മണവറയ്ക്കകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തലയിൽ കൈവച്ചുകൊണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രാർത്ഥനയാണ് കാലങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ നവദമ്പതികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വഅഫിയ. ഈ പ്രിയപ്പെട്ട ഇഖ്ബാൽ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ തന്റെ ജീവിതത്തിൽ ആത്മീയമായ പ്രവർത്തനങ്ങളിൽ മുന്നേറുമ്പോൾ തനിക്ക് താങ്ങായി, തണലായി, തുണയായി, തന്റെ യാത്രയിൽ വെളിച്ചമായി, ആശ്വാസമായി, സമാധാനമായി ലിതസ്കുനു ഇലൈഹ എന്ന ഖുർആൻ പറഞ്ഞ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി ഒരു സുന്ദരിയായ ആത്മീയതയുടെ പ്രഭ പരത്തുന്ന വിശാല മനസ്കതയുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോളയാണ്, ഒരു സഹോദരിയാണ് ഇഖ്ബാലിന് ലഭിച്ചിരിക്കുന്നത്. ഇഖ്ബാലിനോട് പറയാനുള്ളത്, സമസ്ത എന്ന മനോഹരമായ പ്രസ്ഥാനത്തിൽ ഖിദ്മത്ത് ചെയ്തതിന് പകരമായി നിനക്ക് പ്രാർത്ഥന സമ്മാനമായി തരാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് വളരെ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് നമ്മുടെ നാടിനെ അത്ഭുതത്തിലാക്കിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും സ്ഥാപനത്തിന്റെ ഉടമകളുമാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് മനസ്സിൽ ഒരു, ഇഖ്ബാൽ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാവും, ഇനിയൊന്നും പേടിക്കണ്ട, ഇത്രയും വലിയ പ്രാർത്ഥനയൊക്കെ എനിക്ക് ലഭിച്ചിട്ടില്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ലഭിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും ഇടയ്ക്കിടയ്ക്ക് കുടുംബജീവിതത്തിൽ പിണങ്ങുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ പിണക്കം മാറ്റാൻ ഒരു പ്രാർത്ഥന കൊണ്ട് കഴിയില്ല, അത് കുടുംബജീവിതത്തിൽ നിർബന്ധമായും സംഭവിച്ചു പോകുന്ന ഒരു സംഭവമാണ്. എന്റെ ജീവിതമാകട്ടെ, നിങ്ങളുടെ ജീവിതമാകട്ടെ, പക്ഷേ ആ കുടുംബജീവിതത്തിന്റെ പിണക്കം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പോയാൽ ഭാവിയിൽ ആ കുടുംബജീവിതം വലിയ തകരാറിലേക്ക് എത്തും. അതുകൊണ്ട് ഇഖ്ബാൽ എന്ന പ്രിയപ്പെട്ട സഹോദരനോടും ആ പ്രിയപ്പെട്ട സഹോദരന്റെ സഹധർമ്മിണിയോടും പറയാനുള്ളത്, സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ചില സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ വളരെ നല്ല മധുരമുള്ള മനോഹരമായ ഒരു കുടുംബജീവിതം അല്ലാഹു നിങ്ങൾക്ക് തരും. ഇവിടെ ഈ നിക്കാഹിൽ പങ്കുകൊള്ളുന്നതിനും ഇഖ്ബാൽ എന്ന സഹോദരന് ആശംസകൾ അർപ്പിക്കുന്നതിനും വേണ്ടി ഒത്തിരി ഇതര മതത്തിൽപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും കടന്നുകൂടിയിട്ടുണ്ട്. അവരുടെ വേദഗ്രന്ഥം പരിശോധിച്ചാൽ ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രം നമുക്ക് കാണാം. ശിവനും പാർവതിയും. ശിവന്റെ ഭാര്യ പാർവതിയാണ്. പാർവതിയോട് ഒരിക്കൽ ജനങ്ങൾ ചോദിച്ചു,
നിങ്ങൾക്ക് ശിവൻ എന്ന ഭർത്താവിൽ നിന്ന് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഏതാണ്? ആ സമയത്ത് പാർവതി പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ശിവന് ഏറ്റവും കൂടുതൽ ദേഷ്യം സ്വഭാവം ഉണ്ടായിരുന്നു. പുരാണങ്ങൾ പറയുകയാണ്, ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഭാര്യയോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഉപദേശം ചോദിച്ചു വന്ന സഹാബിയോട് പുന്നാര ഹബീബും 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞത് ലാ തഗ്ലബ് ലാ തഗ്ലബ് ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ്. നിന്റെ സഹധർമ്മിണിയെ സ്നേഹം കൊണ്ട് പൊതിയാൻ, ഇഷ്ടം കൊണ്ട് മൂടാൻ, അനുരാഗം കൊണ്ട് പുതച്ചു കിടക്കാൻ ഇഖ്ബാൽ എന്ന സഹോദരന് കഴിയുമ്പോഴാണ് അല്ലാമ ഇഖ്ബാലിന്റെ പവിത്രത പോലെ ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന മധുരമുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ബാൽ എന്ന സഹോദരന് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന, രാത്രികളെ പകലാക്കി മാറ്റാൻ കഴിയുന്ന, ഇഷ്ടങ്ങളെ അനുരാഗങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന, സല്ലാപങ്ങളെ സംഗമങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന, യാത്രകളെ ഉത്സവങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നല്ല കുടുംബ ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശ ലോകത്തിൽ നിന്ന് ആയിരക്കണക്കിന് റഹ്മത്തിന്റെ മാലാഖമാർ മഴത്തുള്ളികൾ പോലെ പെയ്തുറങ്ങുന്ന ഒരു വിവാഹത്തിന്റെ രാത്രിയായി ഇന്നത്തെ ഇഖ്ബാലിന്റെ ജീവിതത്തിന്റെ 1ാമത്തെ രാത്രി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി, ഒരു ഭർത്താവ് എന്നാൽ കള്ളുകുടിക്കാത്ത, വ്യഭിചരിക്കാത്ത സ്വാലിഹായ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മ, അവർ രണ്ടുപേരുടെയും മുഖത്തേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്നാണ്. ഈ നോട്ടം വിവാഹത്തിന് മുമ്പല്ല, വിവാഹത്തിന് ശേഷം ഇവിടെ നടന്ന ചടങ്ങുകളോടുകൂടി ഹലാലായി കിട്ടിയ സഹധർമ്മിണിയുടെ പൂമുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇഖ്ബാലിനെയും ഭാര്യയും റഹ്മത്ത് കൊണ്ട് നോക്കുകയാണ്. ഭർത്താവാകുന്ന ഇഖ്ബാൽ തന്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ അതൊരു നല്ല നിക്കാഹായിരുന്നു എങ്കിൽ, അവർ സ്വാലിഹും സ്വാലിഹത്തുമായിരുന്നു എങ്കിൽ, അവരുടെ വിരൽ തുമ്പുകൾക്കിടയിലൂടെ കഴിഞ്ഞുപോയ, വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പോലും കൊഴിഞ്ഞു പോകുമെന്ന് ഇസ്ലാം പഠിപ്പിച്ച മഹത്തരമാണ് നിക്കാഹ്. ആ നിക്കാഹ് കൊട്ടിഘോഷിക്കാനുള്ളതല്ല, ആ നിക്കാഹ് പണം വാരിയെറിയാനുള്ളതല്ല, ആ നിക്കാഹ് ശവപ്പെട്ടിക്കകത്ത് നാണവും മാനവും പണയം വെച്ച് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്താനുള്ളതല്ല. ആ നിക്കാഹ് കള്ളുകുപ്പി പൊട്ടിച്ച് കൂട്ടുകാരന്റെ തലക്കൊഴിച്ചിട്ട് ഉടുമുണ്ടുരിഞ്ഞിട്ട് നൃത്തം ചെയ്ത് നടത്താനുള്ളതല്ല. ആ നിക്കാഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് 1000 സ്തുതി അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് തുടങ്ങാനുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തലുകൾ മാത്രം നൽകി ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലുതുഫിൻ വഅഫിയ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എന്നും എപ്പോഴും ഈ വിനീതന്റെ പ്രാർത്ഥന ഇഖ്ബാൽ എന്ന പ്രിയപ്പെട്ട സഹോദരനും ഭാര്യയ്ക്കും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടും ഈ പൊതു സദസ്സിൽ വെച്ചുകൊണ്ട് ഇഖ്ബാലിനെ 2 ദിവസത്തേക്ക് തിരുവനന്തപുരത്ത് ആ പ്രിയപ്പെട്ട സഹോദരനെയും ഭാര്യയും അവരുടെ വിവാഹ ആഘോഷ യാത്രകളിൽ ഒരു സന്തോഷം പങ്കിടാൻ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതിമനോഹരമായ വാക്കുകളിലൂടെ ഇക്ബാലിന് എല്ലാവിധ മംഗളാശംസകളും നേർന്ന ബഹുമാനപ്പെട്ട ഈ നൗഷാദ് ബാക്ക ഉസ്താദ് അവർക്ക് നന്ദികൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നവാസ് മന്നാനി തിരുവനന്തപുരം ഈ നിക്കാഹിന്റെ സദസ്സിൽ ഒരു 2 മിനിറ്റ് ആശംസ പ്രഭാഷണം നടത്തുന്നു. മൈക്കോടിയിലേക്ക് സാർശം സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വിവാഹിതരായ ബഹുമാന്യനായ സുഹൃത്ത് ഇഖ്ബാലിനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്കും സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വീട്ടിലും നാളെ പരലോകത്തിലും ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇരുവീട്ടിലും സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതിമാരായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ഈ വിവാഹ സുദിനത്തിൽ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ಬಹುಮಾನ್ಯ KR ಹುಸೇನ್ ದಾರಿಮಿರೆಂಜಲಾಡಿ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನ ಹಾರೈಸುವುದಕ್ಕಾಗಿ ಮೈಕ್ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಬಹುಮಾನ್ಯ KR ಹುಸೇನ್ ದಾರಿಮಿರೆಂಜಲಾಡಿ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ഇക്ബാൽ ബാളില, അതേപോലെ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രിയങ്കരനായ നസീബ് അബൂബക്കർ സാഹിബിൻ്റെ പ്രിയപ്പെട്ട പുത്രി, ഈ രണ്ട് ആളുകളുടെ മഹത്തേറിയ അന്നിക്കാഹു മിൻ സുന്നത്തി വസുന്നത്തുൽ അംബിയ അല്ലദീന മിൻ ഖബലി, എൻ്റെ ചര്യയാണ്, എൻ്റെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ചര്യയാണ് വിവാഹമെന്ന് പ്രവാചകർ പഠിപ്പിച്ച മഹത്തേറിയ വിവാഹം. ഫമർ റഗിബ അൻ സുന്നത്തി ഫഹുവ ലൈസ മിന്നി, ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാര് പറയുന്നുണ്ടെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകർ സൂചിപ്പിച്ച ഇന്ന ബിൻ നിക്കാഹി ബർക്കത്തുൻ ഐസറുഹു മോന, ചെലവ് ചുരുങ്ങിയ ആഡംബരമില്ലാത്ത വിവാഹമാണ് ഏറ്റവും നല്ല നിക്കാഹും, ആ നിക്കാഹിൽ ബർക്കത്തുണ്ടെന്ന് പ്രവാചകർ പഠിപ്പിച്ച മഹത്തേറിയ വിവാഹത്തിന് സാക്ഷികളായി എത്തിയ അന്താരാഷ്ട്ര നിലവാരത്തിലെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി, നവാസ് മന്നാനി, അതുപോലെ തന്നെ പ്രിയങ്കരായ നമ്മുടെ ജില്ലയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നേതാക്കൾ, സാദാത്യങ്ങൾ, അതുപോലെ നമ്മുടെ മുളാർ വലിയ കുടുംബത്തിന്, അതുപോലെ ബാളിലയുടെ ഇക്ബാൽ സഹോദരന്റെ കുടുംബത്തിൽ എത്തിയ എല്ലാ ആളുകളും വളരെ സന്തോഷകരമായ ഒരു മൈമുനത്തായ സന്തോഷകരമായ ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പണ്ഡിതന്മാർ, നേതാക്കൾ, സാദാത്യങ്ങൾ എല്ലാം ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിങ്ങൾക്ക് നല്ല നിലയിലുള്ള ഭക്ഷണവും കൂട്ടുകാർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ല ഭക്ഷണമായി, ഒരു സദഖയായി, ഖൈറു തുആമിൻ തുആമു വലീമ, സുന്ദരമായ അള്ളാഹു പൊരുത്തപ്പെട്ട ഭക്ഷണമാണ് എന്ന് പ്രവാചകർ പറഞ്ഞ ആ വലീമത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ കുടുംബജീവിതത്തിൽ നേരത്തെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ കഷ്ടങ്ങളും പ്രയാസങ്ങളുമുള്ള വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, കുടുംബത്തിനിടയിൽ അല്ലാഹു തആല റഹ്മത്തും അനുഗ്രഹവും ചൊരിക്കുന്ന ആ സ്നേഹത്തോടു കൂടെ ഭാര്യ ഭർത്താക്കളായി ജീവിക്കുവാനും, മാത്രമല്ല നേരത്തെ നൗഷാദ് ബാക്കവി സൂചിപ്പിച്ചതുപോലെ വിവാഹത്തിലുള്ള വേണ്ടായ്മകൾ, അനാചാരങ്ങൾ ഒഴിവാക്കുകയും ഇനി വിവാഹത്തിന്റെ ശേഷം വീട് കൂടുന്ന സന്ദർഭത്തിൽ ചെറുപ്പക്കാർ ചെയ്യുന്ന പേക്കുത്തുകളെല്ലാം ഒഴിവാക്കിയും കൊണ്ട് ഇന്ന ബിൻ നിക്കാഹി ബർക്ക, നിക്കാഹിൽ ബർക്കത്തുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞ സുന്ദരമായ വിവാഹത്തിന് സാക്ഷിയാകാൻ, മാത്രമല്ല വളരെയേറെ എല്ലാ അഭിമാനികളെ കൊണ്ട്, മാത്രമല്ല ഒരുപാട് ആയിരക്കണക്കിന്റെ പ്രവർത്തകന്മാർ ഇക്ബാൽ ബാളിലയുടെ ഈ പരിപാടിക്ക് കല്യാണ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട മൗലാന അടക്കമുള്ള പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് കിനിയ അമീർ തങ്ങളടക്കമുള്ള സാദാത്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ പുതിയാപ്പിളക്ക് ബറക്കല്ലാഹു ലക്കുമ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന പരിപൂർണ ആശംസയോട് കൂടെ എല്ലാവിധ ആശംസകൾ നേരുകയും അള്ളാഹു സുന്ദരമായ ലളിതമായ അള്ളാഹു പൊരുത്തപ്പെട്ട റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുറിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, സുന്ദരമായ കുടുംബ ജീവിതത്തിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ, നല്ല കുടുംബ ജീവിതത്തോട് കൂടെ സന്താനത്തെയും അള്ളാഹു ഇമാമായി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മാർഗദർശികളായി സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സന്താനയും അള്ളാഹു സംഭാവന നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ സർവ്വവിധ ആശംസകൾ നേർന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദികൾ രേഖപ്പെടുത്തുന്നു. ಕಾರ್ಯಕ್ರಮದ ಮುಂದಿನ ಭಾಗವಾಗಿ SKSFನ ಕರ್ನಾಟಕ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾಗಿರುವ ಬಹುಮಾನ್ಯ ಅನೀಸ್ ಕೌಸರಿ ಅವರು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಒಂದೆರಡು ಮಾತಿನಲ್ಲಿ ಶುಭವನ್ನು ಹಾರೈಸಬೇಕು. ಮೈಕೋಡಿಗೆ ಆತ್ಮೀಯ ಸ್ವಾಗತ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസിന ബിറല്ലാഹി അമ്മാ ബഅദ്. ಇಂದಿಲ್ಲಿ ವಿವಾಹಿತರಾಗುತ್ತಿರುವಂತಹ ನನ್ನ ಆತ್ಮೀಯರು, SKSFನ ಸಕ್ರಿಯ ಕಾರ್ಯಕರ್ತರು,
SKSF ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಇದರ ಟ್ರೆಂಡ್ನ ಕನ್ವೀನರು ಆದಂತಹ ಇಕ್ಬಾಲ್ ಬಾಳಿಲ ಹಾಗೂ ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯ ಪುತ್ತೂರಿನ ಓರ್ವ ಹಿರಿಯ ಮಾತ್ರವಲ್ಲ ನಮ್ಮೆಲ್ಲರ ಉಮರ ನೇತಾರರಾಗಿರುವಂತಹ ಗೌರವಾನ್ವಿತ ಅಬೂಬಕರ್ ಮುಲಾರ್ ಅವರ ಪುತ್ರಿ ಸಂಬ್ರೀನಾ ಇವರಿವರಿಗೂ ಕೂಡ ವಿವಾಹದ ಶುಭಾಶಯಗಳನ್ನು ಹೇಳ್ತಾ ನಿಮ್ಮ ದಾಂಪತ್ಯ ಬದುಕು ಅಲ್ಲಾಹನ ಸಕಲ ವಿಧ ತೌಫೀಕ್ಗಳೊಂದಿಗೆ ಉತ್ತಮವಾಗಿರಲಿ, ಶುಭವಾಗಿರಲಿ ಅಂತೇಳಿ ಹಾರೈಸ್ತಾ ಆಖಿರ ದಅವಾನಾ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. ಹಲೋ. ಇನ್ನು ಇದೇ ವೇದಿಕೆಯಲ್ಲಿ ದೇಶ ಅಳಿಸಿ ಪ್ರೀತಿ ಉಳಿಸಿ ಮಾನವರು ಸಹೋದರರು ಸೌಹಾರ್ದ ವೇದಿಕೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಇದರ ವತಿಯಿಂದ ರಾಜ್ಯ ಮಟ್ಟದ ಕವಿಗೋಷ್ಠಿ ನಡೆಯಲಿಕ್ಕಿದೆ. ರಾಜ್ಯದ HA ಭೀಮರಾವ್ ವಾಸ್ಟರ್ ಸುಳ್ಯ ಸಮಾರಂಭದ ಸಭಾಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿಕೊಳ್ಳಲಿಕ್ಕಿದ್ದಾರೆ. KA ಅಬ್ದುಲ್ ಅಜೀಜ್ ಪುಣಚ ಸಮಾರಂಭವನ್ನ ಉದ್ಘಾಟಿಸಲಿಕ್ಕಿದ್ದಾರೆ. ಇನ್ನೇನು ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ ರಾಜ್ಯ ಮಟ್ಟದ ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮ ಇದೇ ವೇದಿಕೆಯನ್ನ ಧನ್ಯಗೊಳಿಸಿ ನಡೆಯಲಿಕ್ಕಿದೆ. ಅತ್ತಿತ್ತ ಊಟವನ್ನು ನಿರ್ವಹಿಸಿ ಆದವರು ದಯವಿಟ್ಟು ತಮ್ಮ ಸಭಾಂಗಣದಲ್ಲಿ ಆಸನವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಚಂದ ಕಾಣಿಸಿಕೊಳ್ಬೇಕು ಅಂತ ತಮ್ಮಲ್ಲಿ ಕಳಕಳಿಯ ಮನವಿಯನ್ನು ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ದ್ವೇಷ ಅಳಿಸಿ ಪ್ರೀತಿ ಉಳಿಸಿ ಮಾನವರು ಸಹೋದರರು ಸೌಹಾರ್ದ ವೇದಿಕೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಇದರ ವತಿಯಿಂದ ಬೃಹತ್ ಕವಿಗೋಷ್ಠಿ ರಾಜ್ಯ ಮಟ್ಟದ ಕವಿಗೋಷ್ಠಿ ಸಮಾರಂಭದ ಸಭಾಧ್ಯಕ್ಷತೆಯನ್ನ ವಹಿಸಿಕೊಳ್ಳುವಂತಹ HA ಭೀಮರಾವ್ ವಾಸ್ಟರ್, ಅದೇ ರೀತಿ ಖ್ಯಾತ ಕವಿಗಳು, ಸಾಹಿತಿಗಳು, ಚಿಂತಕರು ಭಾಗವಹಿಸುವಂತಹ ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತಾವೆಲ್ಲರೂ ಕೂಡ ಪಾಲ್ಗೊಂಡು ಈ ಕಾರ್ಯಕ್ರಮವನ್ನ ಚಂದ ಕಾಣಿಸಿಕೊಡಬೇಕು ಎಂದು ತಮ್ಮಲ್ಲಿ ಕಳಕಳಿಯ ಮನವಿಯನ್ನು ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ರಾಜೆಯಲ್ಲಿ ಪ್ರೌಢೋಚ್ಚಲಮಾಯ ಪ್ರಭಾಸ ನಡೆದು ಇನ್ನು ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮ ರಾಜ್ಯ ಮಟ್ಟದ ಕವಿಗೋಷ್ಠಿ ಮಾನವರು ಸಹೋದರರು ಸೌಹಾರ್ದ ವೇದಿಕೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಇದರ 2ನೇ ವಾರ್ಷಿಕೋತ್ಸವದ ಅಂಗವಾಗಿ ದ್ವೇಷ ಅಳಿಸಿ ಪ್ರೀತಿ ಉಳಿಸಿ ಅಭಿಯಾನ ರಾಜ್ಯ ಮಟ್ಟದ ಕವಿಗೋಷ್ಠಿ ಇದೇ ವೇದಿಕೆಯನ್ನ ಕೇಂದ್ರೀಕರಿಸಿ ನಡೆಯಲಿಕ್ಕಿದೆ. ಈ ಸಮಾರಂಭದಲ್ಲಿ ನವೀನ್ ಪಿರಾರ ಸುರತ್ಕೆಲ್, ಅಶೋಕ್ ಕುಮಾರ್ ಕಾಸರಗೋಡ್, ಹರೀಶ್ ಸುಲಾಯ ಒಡ್ಡಂಬೆಟ್ಟು, ಅಲ್ತಾಫ್ ಬೆಳಗುಳಾಂ, ಹಮೀದ್ ಹಸನ್ ಮಾಡವರು, ಮುಸ್ತಫಾ ಅಂಜಿಕಾರ್, KH ಇಕ್ಬಾಲ್ ಕಿತ್ತಲಂಗಡಿ, ಲುಗ್ಮಾನ್ ಅಡ್ಯಾರ್, ಹನೀಫ್ ಸವಣೂರ್, ಹಸೀಂ ಕರಾಯ, ಸಾದಿಕ್ ಬಜಗುಂಡಿ, ನೌಫಲ್ ಅಡ್ಕರೆ, ಅಫ್ನಾನ್ ಕರಾಯ, ಅಬ್ದುಲ್ ಅಜೀಜ್ ಮಾಡಾವು, ಎ ಅಬೂಬಕರ್ ಅನಿಲಕಟ್ಲೆ ವಿಟ್ಲಾಂ, AH ಭೀಮರಾವ್ ವಾಸ್ಟರ್ ಸುಳ್ಯ, ಅಬ್ದುಲ್ ಸಲೀಂ ಮಾಣಿ, AP ಬಶೀರ್ ಅಹಮದ್ ಬಂಟ್ವಾಳ, ಬಶೀರ್ ಕಲ್ಕಟ್ಟ, ಇಬ್ರಾಹಿಂ ಖಲೀಲ್ ಪುತ್ತೂರು, ರಶೀದ್ BA ನೇರಂಕಿ ಮೊದಲಾದ ಕವಿಗಳ ಉಪಸ್ಥಿತಿಯಲ್ಲಿ ಇನ್ನೇನು ಕೆಲವೇ ನಿಮಿಷಗಳ ಅಂತರದಲ್ಲಿ ಮಾನವರು ಸಹೋದರರು ಸೌಹಾರ್ದ ವೇದಿಕೆ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆ ಇದರ ವತಿಯಿಂದ ನಡೆಯುವಂತಹ ದೇಶ ಅಳಿಸಿ ಪ್ರೀತಿ ಉಳಿಸಿ ಅಭಿಯಾನದ ಭಾಗವಾಗಿ ಆಯೋಜಿಸಲ್ಪಟ್ಟಂತಹ ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮ ವೇದಿಕೆ ನಡೆಯಲಿಕ್ಕಿದೆ. ದಯವಿಟ್ಟು ಊಟ ಮಾಡಿ ಆದ ಎಲ್ಲ ನಾಗರಿಕ ಬಂಧುಗಳು ತಮಗಾಗಿ ಮೀಸಲಿಟ್ಟಂತಹ ಆಸನ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಆಸನದಾಗಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಚಂದ ಕಾಣಿಸಿಕೊಡ್ಬೇಕು ಅಂತ ನಮ್ಮಲ್ಲಿ ಕಳಕಳಿಯ ಮನವಿಯನ್ನು ಮಾಡಿಕೊಡ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ಸಮಾರಂಭದ ಸಭಾಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿಕೊಳ್ಳಿಕ್ಕಿರುವಂತಹ ಹಲವಾರು ಕವಿತೆಗಳನ್ನು ರಚಿಸಿ ಜನಪ್ರಸಿದ್ಧಿಯನ್ನು ಪಡೆದಂತಹ HA ಭೀಮರಾವ್ ವಾಸ್ಟರ್ ಸುಳ್ಯ ತಾವು ಸಮಾರಂಭದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವುದಕ್ಕಾಗಿ ನಮ್ಮೊಂದಿಗೆ ಜೊತೆಯಾಗ್ತಾ ಇದ್ದೀರಿ. ತಮ್ಮನ್ನ ಮೈಕೋಡಿಗೆ ಬಹಳಷ್ಟು ಗೌರವಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಸಮಾರಂಭದ ಸಭಾಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿಕೊಡ್ಬೇಕು, ಅದೇ ರೀತಿ ಸ್ವಯಂ ಸೇವಕರು ವೇದಿಕೆಯನ್ನ ಸಜ್ಜುಗೊಳಿಸಬೇಕು ಅಂತ ತಮ್ಮಲ್ಲಿ ಕಳಕಳಿಯ ಮನವಿಯನ್ನು ಮಾಡಿಕೊಡ್ತಾ ಇದ್ದೇವೆ.
ಕವಿಗೋಷ್ಠಿಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವುದಕ್ಕೆ ಹೆಸರನ್ನು ನೋಂದಾಯಿಸಿದಂತಹ ಕವಿಗಳು ದಯವಿಟ್ಟು ವೇದಿಕೆಗೆ ಬಂದು ತಮ್ಮ ಇರುವಿಕೆಯನ್ನು ಸ್ಪಷ್ಟಪಡಿಸಬೇಕು. ಕವಿಗೋಷ್ಠಿಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಲಿಕ್ಕೆ ಬಯಸುವಂತಹ ಎಲ್ಲ ನಾಗರಿಕ ಬಂಧುಗಳ ಕವಿಗಳು ದಯವಿಟ್ಟು ತಮ್ಮ ಹೆಸರನ್ನು ನೋಂದಾಯಿಸಿಕೊಂಡು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿ. ಭೀಮರಾವ್ ವಾಸ್ಟರ್ ನಮ್ಮ ಇವತ್ತಿನ ಕವಿಗೋಷ್ಠಿಯ ಸಮಾರಂಭದ ಸಭಾಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿಕೊಳ್ಬೇಕು. ದಯವಿಟ್ಟು ತಮ್ಮನ್ನ ಮೈಕೋಡಿಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಕವಿಗೋಷ್ಠಿಯ ಸಮಾರಂಭದ ಸಭಾಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿಕೊಳ್ಳಿಕ್ಕಿರುವ ಭೀಮರಾವ್ ವಾಸ್ಟರ್ ದಯವಿಟ್ಟು ತಾವು ಸಭಾಂಗಣದಲ್ಲಿ ಆಸನರಾಗಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಚಂದ ಕಾಣಿಸಿಕೊಳ್ಬೇಕು ಎಂದು ತಮ್ಮಲ್ಲಿ ಕಳಕಳಿಯ ಮನವಿಯನ್ನು ಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಇವತ್ತು ದಾಂಪತ್ಯ ಜೀವನಕ್ಕೆ ಕಾಲಿಟ್ಟಂತಹ ಇಕ್ಬಾಲ್ ಬಾಳಿರವರವರಿಗೆ ವೈವಾಹಿಕ ಜೀವನ ಯಶಸ್ವಿಯ ಪದದೆಡೆಗೆ ಸಾಗಲಿ ಎಂಬ ಶುಭ ಹಾರೈಕೆಯೊಂದಿಗೆ ದಾರುನೂರ್ ವಿಚಾರಗೋಷ್ಠಿಯ ನಮ್ಮ ಇಕ್ಬಾಲ್ ಬಾಳಿರ ಇವರು ಮಾತನಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಇಂದಿನ ಕವಿಗೋಷ್ಠಿಯಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಲಿಕ್ಕಿರುವಂತಹ ಕವಿಗಳು ದಯವಿಟ್ಟು ಹೆಸರನ್ನು ನೋಂದಾಯಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ವೇದಿಕೆಗೆ ಬರಬೇಕು. ಆದಷ್ಟು ಬೇಗನೆ ನಮ್ಮೊಂದಿಗೆ ಬಂದು ಸಹಕರಿಸಿ. ನಮ್ಮ ಫೋಟೋ ತೆಗೆಯಲಿಕ್ಕೆ ಮುಂದೆ ಬರ್ತಾ ಇರುವಂತ ದಯವಿಟ್ಟು ಎಲ್ಲರೂ ಕೂಡ ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿ. ಕೆಲವೇ ಕ್ಷಣಾರ್ಧಗಳಲ್ಲಿ ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮ. ಇಕ್ಬಾಲ್ ರವರ ದಾಂಪತ್ಯ ಜೀವನಕ್ಕೆ ಕಾಲಿಡುತ್ತಿರುವಂತಹ ಈ ಶುಭ ವೇಳೆಯಲ್ಲಿ ಇದೀಗ ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮ ರಾಜ್ಯದ ಉದಯೋನ್ಮುಖ ಪ್ರಖ್ಯಾತ ಪ್ರಸಿದ್ಧ ಕವಿಗಳ ಸಮ್ಮುಖದಲ್ಲಿ ಇದೀಗ ಕವಿಗೋಷ್ಠಿ ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಕ್ಕಿದೆ. ಬಹುಮಾನ್ಯ
ಎಂ ನೌಶಾದ್ ಬಾಕವಿಯವರ ಪ್ರಭಾಷಣ ಇಂದು ರಾತ್ರಿ 7 ಗಂಟೆಗೆ ಪರಾಜಯಲ್ಲಿ ನಡೆಯಲಿದ್ದು ಸರ್ವರಿಗೂ ಆತ್ಮೀಯ ಸ್ವಾಗತ. കതിരൊളിയാം കനകദീപം ഖാത്തിമുൻ നബിയേ കതിരു